കർഷക തൊഴിലാളി സംഘ BMS കാസർഗോഡ് ജില്ലാ വാർഷിക പ്രതിനിധി സമ്മേളനം കാഞ്ഞങ്ങാട് വാഴക്കോട് വെച്ച് നടന്നു. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് കോഴിക്കോട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കർഷക തൊഴിലാളി സംഘ BMS കാസർഗോഡ് ജില്ലാ വാർഷിക പ്രതിനിധി സമ്മേളനം കാഞ്ഞങ്ങാട് വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്നു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VV ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട അതിവർഷാനുകൂല്യം ഉൾപ്പെടെയുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും കുടിശ്ശികയില്ലാതെ കൊടുത്തു തീർക്കാൻ ക്ഷേമനിധി ബോർഡ് തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞാൻ കോഴിക്കോട് നിന്ന് ഇവിടെ കാസർഗോഡ് വരുന്നത് ഇവിടെ തന്നെ നിശ്ചയിച്ച സമയത്ത് തന്നെ ഞാൻ അതീവ സന്തോഷമായി. കാരണം എനിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കർഷക തൊഴിലാളി നമ്മുടെ യൂണിയനിൽ മെമ്പർഷിപ്പുള്ള ഏക ജില്ലയാണ് കാസർഗോഡ്. അതിനുശേഷമാണ് കോഴിക്കോടൊക്കെ വരുന്നത്. കോഴിക്കോട് ഇപ്പോൾ വളരെ സംഖ്യ കുറഞ്ഞുപോയി. 3000-ഓളം അംഗങ്ങളുള്ള വലിയൊരു ജില്ലയാണ്. ആ ജില്ലയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാനിവിടെ നിശ്ചയിച്ച സമയത്ത് തന്നെ ഫെഡറേഷൻ സെക്രട്ടറി ഉണ്ട്, അദ്ദേഹത്തോട് ഞാൻ മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ജില്ലയിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണാനും നിങ്ങളെയോട് സംസാരിക്കാനും ഒക്കെ സാധിച്ചത് വളരെയേറെ സന്തോഷം ആദ്യമായിട്ട് തന്നെ രേഖപ്പെടുത്തുകയാണ്. മടിക്കൈ പഞ്ചായത്ത് 1-ാം വാർഡ് അംഗം A. വേലായുധൻ, BMS ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണൻ കേളോത്ത്, മടിക്കൈ മേഖലാ പ്രസിഡന്റ് മണി വാഴക്കോട്, സെക്രട്ടറി തമ്പാൻ പറക്കളായി, ഉദുമ മേഖലാ പ്രസിഡന്റ് വിനോദ് അണിഞ്ഞ, സെക്രട്ടറി ഭാസ്കരൻ, മുള്ളേരിയ മേഖലാ പ്രസിഡന്റ് ആനന്ദൻ, മടിക്കൈ പഞ്ചായത്ത് സെക്രട്ടറി കുമാരൻ പുളിക്കാൽ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് ദേളി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ നാരായണൻ വാഴക്കോട് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി VV ബാലകൃഷ്ണനെയും ജനറൽ സെക്രട്ടറിയായി സുനിൽ വാഴക്കോടിനെയും ട്രഷററായി N. നാരായണനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. തുടർന്ന് BMS ജില്ലാ സെക്രട്ടറി KV ബാബു പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി VB സത്യനാഥ് സമാരോഹ പ്രഭാഷണം നടത്തി. സുലോചന കോട്ടപ്പാറ സ്വാഗതവും സുനിൽ വാഴക്കോട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.